ഇടുക്കി അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയത് മോഷണ ശ്രമത്തിനിടെയെന്ന് നിഗമനം. മരിച്ച ഫാത്തിമ കാസിമിന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട് വാടകയ്ക്ക് ചോദിച്ചെത്തിയവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. രാഹുൽ വിജയൻ കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, മറ്റെന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ ഈ കൊലപാതകത്തിനെ പറ്റി പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകിട്ടാണ് ഈ ഫാത്തിമ കാസിമ കൊലപ്പെടുന്നത്. എല്ലാവരും ആദ്യം കരുതിയിരുന്നത് തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ അങ്ങനെയല്ല, കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഫാത്തിമയെ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം വന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഫാത്തിമയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് മുളകുപൊടി വിതറുകയും ചെയ്തിരുന്നു. അത് പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ ഉൾപ്പെടെ പരിശോധന എത്തിയാൽ അത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയായിരിക്കാം അത്തരമൊരു നടപടി ഉണ്ടായത് എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത്, ഈ വീടിനോട് ചേർന്ന് 2 പേർ, ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തിയിരുന്നു. വീട് വാടകയ്ക്ക് ചോദിച്ചാണ് ഇവർ എത്തിയത്. ഇവര് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാരും ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇവർ കൊല്ലം സ്വദേശികളാണ് എന്നുള്ളൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഇവർ കസ്റ്റഡിയിലാകാനുള്ള സാധ്യത ഉടനെ തന്നെ ഉണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇന്നലെ മുതൽ പരിശോധിക്കുകയാണ്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടും എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. ഇടുക്കി അടിമാലിയിലാണ് വയോധികയെ കൊലപ്പെടുത്തിയത് മോഷണ ശ്രമത്തിനിടെ എന്നുള്ള നിഗമനം. മരിച്ച ഫാത്തിമ കാസിമിന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട് വാടകയ്ക്ക് ചോദിച്ചെത്തിയവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. രാഹുൽ വിജയനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.